ഇന്ന് ഉത്രാളിക്കാവ് പൂരമാണ് കേട്ടോ. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തൃശ്ശൂർ പൂരം തന്നെയാണ്. എന്നാൽ തൃശ്ശൂർ പൂരത്തിനോട് കട പിടിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഉത്രാളിക്കാവ് പൂരവും. ആനയും മേളവും കെട്ടുപന്തലുകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നതാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അകമല താഴ്വാരത്തെ പാടശേഖരത്തിൽ നെല്ല് കൊയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടിയപ്പോൾ അതിൽ നിന്ന് രക്തം വരികയും ആ രക്തം വന്ന കല്ല് ചൈതന്യമുള്ളതാണെന്ന് കണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതെന്നാണ് ഉത്രാളിക്കാവിൻ്റെ ഐതിഹ്യം പറയുന്നത്. എങ്കക്കാട്, കുമാരനെല്ലൂർ, വടക്കഞ്ചേരി ഇങ്ങനെ 3 ദേശക്കാരാണ് ഇതിൻ്റെ ഉത്സവം നടത്തുന്നത്. ഓരോ ദേശത്ത് നിന്നും 11 ആന വീതമുള്ള എഴുന്നള്ളത്തുകൾ വന്ന് അമ്പലത്തിലെ പൂജകൾക്ക് ശേഷം 33 ആനകളെ ഒന്നിച്ചു നിർത്തി അമ്പലത്തിന് മുറ്റത്തുള്ള പാടത്ത് നിരന്ന് നിന്ന് കൂട്ടി എഴുന്നള്ളപ്പാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതുപോലെ മാസങ്ങളോളം തയ്യാറെടുത്ത് നിർമ്മിക്കുന്ന അലങ്കാര പന്തലുകൾ, ഈ അലങ്കാര പന്തലുകൾക്ക് ചുറ്റുമുള്ള ലൈറ്റുകളുമൊക്കെ കാണേണ്ട കാഴ്ചയാണ്. ജനലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അതുപോലെ ആളുകളാണ് കേട്ടോ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും തന്നെ ഓട്ടുപാറയിൽ നിന്നും റോഡ് ബ്ലോക്കാവും. തൃശ്ശൂരിലെ ഇലഞ്ഞിത്രമേളം പോലെ ഇവിടുത്തെ നടപ്പൊരു പഞ്ചവാദ്യം വളരെ പ്രശസ്തമാണ് കേട്ടോ. ക്ഷേത്രവും പാടശേഖരവും താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ അപകടരഹിതമായി വെടിക്കെട്ട് കാണാൻ സാധിക്കുന്നതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം വളരെ നല്ലൊരു ജനസഞ്ചയമാണ് കേട്ടോ ജാതിമത ഭേദമന്യേ ഇവിടെ എത്തുന്നത്.